യെസ്. ഇനി നിങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോണത് പ്രൂഫാണ്. അപ്പോൾ ഹെഡിങ് എഴുതുന്നത് പ്രൂഫ് ഓഫ് ദ ഇക്വേഷൻസ് ഫോർ KE ആൻഡ് PE. ഹെഡിങ് എഴുതി വെച്ചോ. പ്രൂഫ് ഓഫ് ദ ഇക്വേഷൻസ് for KE and PE. Proof of the equations for KE and PE. അപ്പോൾ ഞാൻ പ്രൂഫൂടെ പറയുമ്പോൾ തന്നെ നോട്ട് എഴുതി പോകാൻ പറ്റിയ വിധത്തിൽ സ്ലോ ആയിട്ട് പറയാൻ പാടില്ല. സിമ്പിൾ പ്രൂഫാണ്. പ്രത്യേകിച്ച് നമ്മൾ നോട്ട്സിന് വേണ്ടി ഒരു വീഡിയോ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലാത്തത്. ആദ്യം ഞാൻ പറയാൻ പോണ ഇക്വേഷൻ ആണ് കേട്ടോ. കൈനറ്റിക് എനർജി ഈക്വൽ ടു ½ mv². കെയുടെ ഇക്വേഷൻ ആദ്യം എടുക്കാൻ പറയാം. ½ mv². ഇത് പ്രൂഫ്. ഇതിൻ്റെ പ്രൂഫ് പറയാമോ? പ്രൂഫ് ഇങ്ങനെ എഴുതി വെച്ചാൽ നോട്ടിൽ പ്രൂഫ്. അപ്പോൾ നിങ്ങൾ ബോർഡിൽ നോക്കുകയും വേണം, അറ്റ് ദ സെയിം ടൈം എഴുതുകയും വേണം. ഞാനിവിടെ ആദ്യം വരച്ചത് ഒരു ബോഡിയാണ്, m കിലോഗ്രാം മാസ് ഉണ്ട്. പിന്നെ ആദ്യത്തെ വെലോസിറ്റി 0 എന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെങ്ങനെ തുടങ്ങും? ഈ ഒരു ഡയഗ്രാമൊക്കെ വരച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് മൂവ് ചെയ്ത് വേറെ എവിടെ എത്തി. അപ്പോൾ ബോഡി അതേ മാസ് തന്നെ, പക്ഷേ ഇപ്പോൾ അതിൻ്റെ വെലോസിറ്റി 0 നിന്ന് എത്രയോ ആയി. v എത്ര ആവട്ടെ? 5 മീറ്റർ പെർ സെക്കൻഡോ 50 മീറ്റർ പെർ സെക്കൻഡോ 500 എത്ര ആവട്ടെ. അപ്പോൾ നമ്മളെങ്ങനെ നോട്ട് തുടങ്ങും? ½ mv² പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ ഡയഗ്രാം ഒന്ന് വരച്ച കൂട്ടത്തിൽ തന്നെ എന്നിട്ട് അങ്ങനെ എഴുതി തുടങ്ങണം. കൺസിഡർ എ ബോഡി ഓഫ് മാസ് m കിലോഗ്രാം. സിമ്പിൾ പ്രൂഫാണ്. കൺസിഡർ എ ബോഡി ഓഫ് മാസ് m കിലോഗ്രാം. കൺസിഡർ എ ബോഡി ഓഫ് മാസ് m കിലോഗ്രാം. ഈ മാസാണ് ഉദ്ദേശിച്ചത്. m കിലോഗ്രാം മൂവിങ് ഫ്രം റെസ്റ്റ്. അപ്പോൾ 0 വെലോസിറ്റിയാണ് ആദ്യം. റെസ്റ്റിൽ നിന്ന് തുടങ്ങുന്ന 0 ആദ്യം. മൂവിങ് ഫ്രം റെസ്റ്റ്. എങ്ങനെ മൂവ് ചെയ്യുന്നു? ഇപ്പോൾ റൈറ്റിലേക്ക് ഒരു ആരോ അണിയിടാം. മൂവിങ് ഫ്രം റെസ്റ്റ്. അക്വയറിങ് അത്രയും അതിനെ നേടി. അക്വയറിങ് എ വെലോസിറ്റി v. എത്ര v എന്ന് പറയണില്ല, എത്ര ആവട്ടെ, അത് കണക്ക് ചെയ്യുമ്പോൾ ചെയ്യാം. അക്വയറിങ് എ വെലോസിറ്റി v. അപ്പോഴേക്കും എത്ര ദൂരം കവറപ്പ് ചെയ്തു? ട്രാവലിംഗ് എ ഡിസ്റ്റൻസ് s. അല്ലാണ്ട് പെട്ടെന്ന് ഒരു ദൂരം കവർ ചെയ്യാണ്ട് വേറെ വേഗത ആവുമല്ലോ. ട്രാവലിംഗ് എ ഡിസ്റ്റൻസ് s എന്ന വാല്യൂ കവറപ്പ് ചെയ്തു. ട്രാവലിംഗ് എ ഡിസ്റ്റൻസ് s എന്നൊരു ദൂരം കവറപ്പ് ചെയ്തു. ട്രാവലിംഗ് എ ഡിസ്റ്റൻസ് s. നമ്മൾ ആ പ്രൂഫിലേക്ക് വരുമ്പോൾ ഒരു മിനിറ്റ് ശ്രദ്ധിച്ചോ. ഞാൻ ഫോഴ്സിൻ്റെ ഒരു ഇക്വേഷൻ ഇതാണ്. ഇപ്പോൾ എഴുതല്ലേ. മാസിൻ്റെ ആക്സിലറേഷൻ ആണ് ഫോഴ്സിലേക്ക്. ന്യൂട്ടൺ സെക്കൻഡ് ലോ, F = ma. ന്യൂട്ടൻ്റെ രണ്ടാമത്തെ ചലന നിയമം. മാസിൻ്റെ ആക്സിലറേഷൻ. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? F.s ആണ്. പഠിച്ചു കിട്ടും. സ്കെയിലാർ ക്വാണ്ടിറ്റി ആയ വർക്കിൻ്റെ മുകളിൽ ആരോ വേണ്ട. വെക്ടർ ക്വാണ്ടിറ്റീസ് ആയ ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മുകളിൽ ആരോ വേണം. ഇത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? F/s × cos θ എന്ന് കിട്ടും. ഈ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കട്ടെ. അവിടെ അങ്ങനെയാണല്ലോ. 0 വേഗതയിൽ നിന്നൊരു ബോഡിയെ v എന്ന വേഗതയിലേക്ക് എത്തിക്കണമെങ്കിൽ അങ്ങോട്ട് ഫോഴ്സ് കൊടുക്കണമല്ലോ. ഒരു കാറ് 0 വേഗതയിലാണ്, തള്ളി. അപ്പോൾ വേറെ എവിടെ എത്തി? തള്ളി എവിടെ എത്തിയപ്പോൾ അതിന് വേറെ സ്പീഡ് കിട്ടി. അപ്പോൾ നീങ്ങിയത് എങ്ങനെയാണോ അങ്ങോട്ട് തന്നെയാണല്ലോ ഫോഴ്സ് കൊടുത്തേക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ദിശയും അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ ദിശയും സെയിം ആണ്. അങ്ങനെയാണ് ഈ cos θ cos of 0 ഡിഗ്രി 1 ആണ്. ഫോഴ്സ് അങ്ങോട്ടാണ് ചെലുത്തിയത് ഒരു കാറ് തള്ളാനായി. ഡിസ്പ്ലേസ് ചെയ്ത് അങ്ങോട്ടാണ്. ഇവിടെ കിടക്കുന്ന കാറ് അവിടെ എത്തി, തള്ളി. അപ്പോഴേക്കും ആ തള്ളി എത്തിയപ്പോഴേക്കും ഒരു സ്പീഡ് എത്തിയത്. ആ സ്പീഡാണ് ഈ വീഞ്ഞ ഉദ്ദേശം. വെലോസിറ്റി എന്ന് പറഞ്ഞോളൂ, ഡയറക്ഷൻ മാറുന്നില്ല. സ്പീഡ് പറഞ്ഞാലും വെലോസിറ്റി പറഞ്ഞാലും വലിയ തെറ്റില്ല അവിടെ. കാരണം ഡയറക്ഷൻ മാറുമ്പോഴേ ഇത് രണ്ടാവും. അല്ലെങ്കിൽ സ്പീഡ് വെലോസിറ്റി ഒക്കെ സെയിം തന്നെ. ആ v എന്ന സ്പീഡ് അപ്പോഴേക്കും v എന്ന സ്പീഡിലേക്ക് എത്തിയപ്പോഴേക്കും ഇവിടെ നിന്ന് എത്ര ദൂരം കവറപ്പ് ചെയ്തു? s എന്നൊരു ദൂരം കവറപ്പ് ചെയ്തു. ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? അപ്ലൈ ചെയ്ത ഫോഴ്സ്
എന്താ 0 എന്ന് പറയുന്ന സ്പീഡിൽ നിന്നും v എന്ന സ്പീഡിലേക്ക് എത്തിക്കാൻ കൊടുത്ത ഫോഴ്സിന്റെ ഡയറക്ഷനും ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനും സെയിം ആണ്. അതിനാൽ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇടയിൽ വരുന്ന ആംഗിള് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. തീറ്റ 0 ഡിഗ്രിയാണ്. കോസ് ഓഫ് 0 ഡിഗ്രി 1 ആണെന്ന് അറിയണം. അപ്പോൾ W ഈക്വൽ ടു F ഇൻറ്റു എസ് എന്നൊരു ഇക്വേഷനിലേക്ക് സിംപ്ലിഫൈ ചെയ്യും. W ഈസ് ഈക്വൽ ടു എത്രയാണ് ഫോഴ്സ്? M ഇൻറ്റു എ. ആ എസ് ഇറക്കി എഴുതി. എഫിന് പകരം ഞാൻ എം എ എന്ന് പറഞ്ഞ് ഇറക്കി എഴുതി. എഫ് കൊണ്ട് ഇറക്കി എഴുതി. അപ്പോൾ W ഈക്വൽ എം എ എസ് ഒരു ഇക്വേഷൻ കിട്ടി. നിങ്ങൾ എഴുതാൻ പറ്റില്ല. ഇനി ഞാൻ തേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. നോക്ക്, വി സ്ക്വയർ ഈക്വൽ യു സ്ക്വയർ പ്ലസ് 2as. മൂന്നാമത്തെ ചലന സമവാക്യം, തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. യു 0 ആണ്. അപ്പോൾ ഈ ടൈം പൊക്കോട്ടെ. അപ്പോൾ വി സ്ക്വയർ ഈക്വൽ ടു 2as. അപ്പോൾ എസിന് ഞാൻ സ്റ്റെപ്പ് ഉണ്ടാക്കാൻ പോണേ. എസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 2a. അതെടുത്ത് അവിടെ കോപ്പി ചെയ്യാൻ പോകണം. എം ഇൻറ്റു എ ഇറക്കി എഴുതാൻ പോകണം. എം ഇൻറ്റു എ. എസിന് പകരം വി സ്ക്വയർ ബൈ 2a എന്ന് കോപ്പി ചെയ്യാൻ പോകണം. എസിന് പകരം വി സ്ക്വയർ ബൈ 2a എന്ന് കോപ്പി ചെയ്യാൻ പോകണം. അപ്പോൾ എ ഇവിടുന്ന് വെട്ടിപ്പോയി. ബാക്കി ഇടുന്നത് 1/2. ഈ 2 അടിയിലല്ലേ വന്നേക്കുന്നത്. അപ്പോൾ 1/2 എന്ന് എഴുതാമല്ലോ. ഈ 2 വന്നാൽ ഡിനോമിനേറ്റർ അല്ലേ. അപ്പോൾ 1/2. ഒരു മാസ് ഉണ്ട്, ഇറക്കി എഴുതി. വി സ്ക്വയർ ഉണ്ട്, ഇറക്കി എഴുതി. ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ എന്താ? വർക്ക് ഡൺ ഓൺ ദ ബോഡി ഈസ് W ഈക്വൽ ടു ½ m v സ്ക്വയർ എന്നൊരു സ്റ്റെപ്പ് കിട്ടി. ഇതാണ് ബോഡിയിൽ ചെയ്ത വർക്ക് ബോഡിക്ക് സ്പീഡ് കൂട്ടാൻ ഉപയോഗപ്പെടുത്തി. അതിനാൽ ബോഡിയിൽ ചെയ്ത വർക്ക് ബോഡിയുടെ കൈനറ്റിക് എനർജിയായി രൂപാന്തരപ്പെട്ടു. അപ്പൊ ഇപ്പൊ ചെയ്ത ഈ എഴുതി വന്നേക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ബോഡിക്ക് വെലോസിറ്റി കൊണ്ട് പറയുന്ന എനർജിയാണ്. കാരണം ബോഡിയിൽ വർക്ക് ചെയ്തപ്പോൾ ബോഡിക്ക് എന്തുണ്ടായി? 0 എന്ന് പറയുന്ന സ്പീഡ് എന്തുണ്ടായി? v ആയി കൂടി. അപ്പൊ ബോഡിയുടെ സ്പീഡ് 0 എന്നുള്ളത് v ആയി കൂടാൻ ആര് വർക്ക് ചെയ്തു? ആരാണോ ബലം ചെലുത്തിയത് ആ ബലം ചെലുത്തിയ ആള് അല്ലെ ഒരു മെക്കാനിസം എന്താവട്ടെ വർക്ക് ചെയ്തു. ആ വർക്കാണ് ഈ എഴുതി വന്നത്. W ഈക്വൽ F ഡോട്ട് S. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ഒരേ ദിശയിലാണ്. അപ്പോൾ കോസ് തീറ്റ 1 ആയി പോകും. കോസ് ഓഫ് 0 ഡിഗ്രി. എഫിനെ എം എന്ന് എഴുതി. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ വെച്ചിട്ട് എസ് ഇറക്കി എഴുതി. തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എടുത്തു. വി സ്ക്വയർ ഈക്വൽ യു സ്ക്വയർ പ്ലസ് 2as. യു 0 ആണ്. അപ്പോൾ 2as എഴുതി. വി സ്ക്വയർ എസ് ഇറക്കി എഴുതി. വി സ്ക്വയർ ബൈ 2a. ആ എസ് കൂടെ കൊണ്ട് കോപ്പി ചെയ്തു. അപ്പോൾ എം ഇൻറ്റു എ ഇറക്കി എഴുതി. എസ് എന്ന് പറഞ്ഞാൽ വി സ്ക്വയർ ബൈ 2a എന്ന് അവിടുന്ന് കോപ്പി ചെയ്തു. എ വെട്ടിപ്പോയി. ബാക്കിയുടെ 2 അടിയിൽ വരുന്നുണ്ട്. അപ്പോൾ 1/2 m v സ്ക്വയർ. ഇതാണ് ചെയ്യപ്പെട്ട വർക്ക്. ചെയ്യപ്പെട്ട വർക്കാണ് ബോഡിക്ക് സ്പീഡ് കിട്ടിയത് കൊണ്ട് ബോഡിക്ക് കിട്ടിയ എനർജി. സ്പീഡ് കൊണ്ട് ഒരു ബോഡിക്ക് കിട്ടുന്ന എനർജിയുടെ പേരാണ് കൈനറ്റിക് എനർജി. എനർജി ഡ്യൂ ടു വെലോസിറ്റി ഈസ് നോൺ ആസ് കൈനറ്റിക് എനർജി. നമ്മൾ എഴുതി കൈനറ്റിക് എനർജി ഈസ് ദ എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് വെലോസിറ്റി എന്നാണ് എഴുതിയത്. അപ്പോൾ വെലോസിറ്റി കിട്ടി. അപ്പോൾ ഇത് തന്നെ കെ എന്ന് പറഞ്ഞ് ഇറക്കിയതും ഈ കിട്ടിയ W എന്ന വർക്കിനെ കെ എന്ന് പറഞ്ഞ് ഇറക്കിയതും ഒരു പ്രൂഫായി. ½ m v സ്ക്വയർ. ഇതാണ് ഒരു പ്രൂഫ്. നോട്ട് കംപ്ലീറ്റ് ചെയ്തു. എവിടെ വരെ എഴുതി? അക്വയറിങ് വെലോസിറ്റി v എന്ന് എഴുതി അല്ലേ? അപ്പോഴേക്കും എസ് എന്ന അകലം കവർ ചെയ്തു എന്ന് എഴുതി. പിന്നെ എഴുതേണ്ടത് വി നോ ദാറ്റ് W ഈക്വൽ F ഡോട്ട് S. We know that W equal F dot S. W equal F dot S equal Fs cos theta equal Fs cos theta. Fs cos theta equal Fs. അതിന്റെ കാരണം ബ്രാക്കറ്റിൽ എഴുതി വെക്കണം. ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ പാരലൽ. ഒരേ ഡയറക്ഷനിലാണ്, പാരലൽ. Therefore, theta equal to 0 degree. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. തീറ്റ 0 ആയാൽ കോസ് തീറ്റ 1 ആണെന്ന് അറിയണം കേട്ടോ. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പാരലാണ്. അപ്പോൾ തീറ്റ 0 ഡിഗ്രിയാണ്. തീറ്റ 0 ഡിഗ്രി ആയാൽ കോസ് തീറ്റയുടെ വില 1 ആയി പോയി. കോസ് 0 1 ആണെന്ന് അറിയണം. അപ്പോൾ ഇറക്കി എഴുതും. W ഈക്വൽ ടു Fs എന്ന് പറഞ്ഞ് ഇറക്കി എഴുതി. അതിന് ബ്രാക്കറ്റിൽ കാരണം എഴുതി. ഇനി W ഈക്വൽ MAS. അതിൻ്റെ കാരണം ഇവിടെ നമ്മൾ സൈഡിൽ എവിടെയെങ്കിലും എഴുതി വയ്ക്കണം. ബിക്കോസ് F ഈക്വൽ M ഇൻറ്റു A. W ഈക്വൽ M. ഈ എഫിന് വരെ M എന്ന് ഇറക്കിയത്. അപ്പോൾ അതിൻ്റെ കാരണം ബ്രാക്കറ്റിൽ എഴുതി വെച്ചാൽ മതി. ബിക്കോസ് ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അങ്ങനെ ഒരു കാരണം എഴുതി വയ്ക്കും. അപ്പോൾ ഈ സ്റ്റെപ്പ് മനസ്സിലാവും. FS നിന്ന് F എങ്ങനെ M എന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അതിൻ്റെ റീസൺ എവിടെയെങ്കിലും മാർജിനിലോ എവിടെയെങ്കിലും എഴുതിയിടുക. ബിക്കോസ് ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ന്യൂട്ടൺ സെക്കൻഡിലോ ഒന്നും എഴുതാം. ഫോമേറ്റ് ന്യൂട്ടൺ സെക്കൻഡിലോ എൻ്റെ മാത്തമാറ്റിക്കൽ ഫോമാണ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് W ഈക്വൽ ടു M ഇൻറ്റു A ഇറക്കി എഴുതുക. എസിനെ നമുക്ക് ഇവിടെ നിന്ന് കൺവേർട്ട് ചെയ്തിട്ട് വേണം. അപ്പോൾ എസ് എഴുതുന്നതിന് മുമ്പ്
ഈ സ്റ്റെപ്പുകൾ എഴുതിയിട്ടാണ് എസിലേക്ക് വരാൻ. വി നോ ദാറ്റ് വി സ്ക്വയർ ഈക്വൽ യു സ്ക്വയർ പ്ലസ് 2as. അപ്പൊ ഈ സ്റ്റെപ്പിൽ നിന്ന് അടുത്തേക്ക് ഈ സ്റ്റെപ്പിലേക്ക് വരുന്നതിന് മുമ്പ് ഈ MAS കഴിഞ്ഞ ഒരു സ്റ്റെപ്പ് ഇതിലേക്ക് വരുന്നതിന് മുമ്പ് വി നോ ദാറ്റ് പറഞ്ഞ് തുടങ്ങണം. MAS വരെ എഴുതി W ഈക്വൽ MAS. അത് കഴിഞ്ഞിട്ട് വി നോ ദാറ്റ് വി സ്ക്വയർ ഈക്വൽ യു സ്ക്വയർ പ്ലസ് 2as ബ്രാക്കറ്റിലെ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. വി സ്ക്വയർ ഈക്വൽ യു സ്ക്വയർ പ്ലസ് 2as ബ്രാക്കറ്റിലെ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. അവിടെ നിന്ന് യു പൂജ്യമാക്കിയിട്ട് വി സ്ക്വയർ ഈക്വൽ 2as. എന്താ റീസൺ? യു ഈക്വൽ 0 ആണ് റീസൺ. ബ്രാക്കറ്റിൽ എഴുതി യു ഈക്വൽ 0. അതാണ് അതിൻ്റെ കാരണം. ഇവിടെ ഒരു കാരണം ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതി വെച്ചാൽ നല്ലത്, പെട്ടെന്ന് മനസ്സിലാവും. അപ്പം അതിൽ നിന്ന് എസിന് ഫോർമുല ഉണ്ടാക്കണം. എസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 2a. സ്റ്റെപ്പ് മനസ്സിലായോ? വി സ്ക്വയർ ബൈ 2a. ഇനി പഴയ സ്റ്റെപ്പിലേക്ക് കോപ്പി ചെയ്യണം. എസിന് പകരം W ഈക്വൽ ടു m ഇൻറ്റു എ ഇൻറ്റു എസ് അല്ല ഇനി എഴുതാനുള്ളൂ. എസ് കിട്ടിയല്ലോ, എസിൻ്റെ വാല്യൂ കിട്ടിയല്ലോ. വി സ്ക്വയർ ബൈ 2a. അപ്പോൾ എ വെട്ടിപ്പോകും. വെട്ടിപ്പോയാൽ ബാക്കി 1/2 mv സ്ക്വയർ കിട്ടും. 1/2 mv സ്ക്വയർ. ഇത് വർക്കേ ആയുള്ളൂ. ഇത് എനർജിയാണെന്ന് പറഞ്ഞിട്ട് എടുത്തെഴുതിയാൽ പൂർത്തിയാവും. ദിസ് വർക്ക് ഡൺ ഓൺ ദ ബോഡി is stored as kinetic energy. This work done on the body is stored as kinetic energy. Store ചെയ്തു അല്ലെങ്കിൽ സംഭരിക്കപ്പെട്ടു. stored as kinetic energy. Therefore KE equal to 1/2 mv square.